ഒരു ട്രേഡ് ഞാൻ കാണിച്ചു തരാം. റിയലിസ്റ്റിക്കലി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന റീൽസ് പോലെ ഓക്കെ ഞാൻ 2 ലക്ഷം ഉണ്ടാക്കി, ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ 10 ലക്ഷം ഉണ്ടാക്കി, നമ്മുടെ കയ്യിൽ അത്രയും ക്യാപിറ്റലും ഉണ്ടാവില്ല ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഞാൻ ബിനാൻസിലെ ഫ്യൂച്ചർ ട്രേഡിങ് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഓക്കെ, നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി. ഓക്കെ, ഇത് മീം കോയിൻ. ഇത് ബൈനാൻസിൽ പോവുക, ഇതായിരിക്കും എൻ്റെ ബൈനാൻസ് ഹോം പേജ്. അവിടെ നിന്ന് ഫീച്ചറിൽ പോയാൽ ഞാൻ മീം കോയിനിൽ ഫ്യൂച്ചറിൽ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം എൻ്റെ പ്രോഫിറ്റ് PNL 1.94 ആണിപ്പോൾ, അതായത് 19%. ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് $10. ഓക്കെ, $10 11 ടൈംസ് ലെവറേജ്. 11 ടൈംസ് ലെവറേജ് ഒന്നും എടുക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യില്ല, 5-6 ടൈംസ് എടുക്കാൻ പറയുള്ളൂ. ഞാനത് $10 ഒരു ചെറിയ എമൗണ്ട് ആയതുകൊണ്ട് ഇത് വെറുതെ ഒരു കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തു മാത്രം. അപ്പോൾ നിങ്ങളിതിൻ്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ രാത്രിയാണ് ഇതെടുത്തത്. ഇന്നലെ രാത്രി ഞാൻ എടുത്തപ്പോൾ എൻ്റെ എൻട്രി പ്രൈസ് 0.126 ആയിരുന്നു. ഓക്കെ, ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് 0.124. ഞാൻ ഷോർട്ടാണ് ചെയ്തത്, അതായത് ഇതിൻ്റെ പ്രൈസ് താഴെ പോകുന്ന പ്രെഡിക്റ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ പ്രൈസ് താഴെ പോയത് കാരണം എൻ്റെ പ്രോഫിറ്റ് പോസിറ്റീവാണ് 1.74. പക്ഷേ ഇത് മേളിലേക്ക് പോയിരുന്നെങ്കിൽ എൻ്റെ ലിക്വിഡേഷൻ പ്രൈസ് വരുന്നത് 0.10359. ഓക്കെ, അപ്പോൾ ഞാൻ പ്രൈസ് താഴെ പോകുന്ന പ്രിഡിക്റ്റ് ചെയ്തത്, പക്ഷേ ഇത് മുകളിലേക്കാണ് പോയിരുന്നതെങ്കിൽ 0.1359 മീം കോയിൻ്റെ പ്രൈസ് എത്തുമ്പോൾ എൻ്റെ ട്രേഡ് ലിക്വിഡേറ്റ് ആവും. അതായത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത $10 പോകും. പക്ഷേ അത് ഞാൻ പ്രിഡിക്റ്റ് ചെയ്ത പോലെ പ്രൈസ് താഴേക്ക് പോയത് കാരണം എനിക്കിപ്പോൾ കുറച്ച് പ്രോഫിറ്റ് കിട്ടി. ഓക്കെ, നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും അല്ലേ? അപ്പോൾ നിങ്ങൾ ട്രേഡിങ്ങിലൊക്കെ വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതുപോലെ $10-20 ഒക്കെ വെച്ചിട്ട് അത് പഠിക്കുക. കാരണം ഞാൻ 100% പറയാം, നമ്മുടെ റീൽസിലൊക്കെ കാണുന്ന പോലെ ഈസി അല്ല. എല്ലാ പ്രാവശ്യം നിങ്ങൾ സക്സസ് ഉണ്ടാവില്ല. റീൽസ് കാണിക്കുന്നവർ പക്ഷേ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ, റീൽസ് കാണുമ്പോൾ ഞാൻ 5 ലക്ഷം ഉണ്ടാക്കി, 2 ലക്ഷം ഉണ്ടാക്കി, 10 ലക്ഷം ഉണ്ടാക്കി വെറുതെ വീട്ടിലെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ അതിലേക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. നമ്മളത് കേട്ട് ഏതാ അവരുടെ കോഴ്സ് പഠിക്കാൻ പോകില്ല, അവരുടെ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യും. കാരണം ഇവരൊന്നും ഫെയിൽഡ് ട്രേഡ് ഒന്നും കാണിക്കില്ല. ഓക്കെ, ഞാനിപ്പോൾ ട്രേഡിൽ നിന്ന് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് $10 വെച്ചിട്ട് $2 എനിക്ക് പ്രോഫിറ്റ് വന്നു, ഓൾമോസ്റ്റ് 20%. പക്ഷേ ഇത് വാഷ് ഔട്ട് ആവാനുള്ള ചാൻസ് ഒരുപാടുണ്ട്. സോ അതാണ് ട്രേഡിങ്ങിൻ്റെ ഒരു പ്രശ്നം. ഓക്കെ.